വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥിലാമിച്ചാണ്. ക്രിസ്മസ് പരീക്ഷ എന്റെ മക്കളുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ 9ാം ക്ലാസ്സിന്റെ സിലബസ് മാറിയത് കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ മക്കളെ, മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ലെറ്റേഴ്സ് എസ് തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗത്ത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഏകദേശം ഒരു പാറ്റേണിലായിരിക്കും നമ്മൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പൊ ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ആൻസർ ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും എന്റെ കുട്ടികൾ എല്ലാവരും തന്നെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ എത്തിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. അനലൈസ് ദ കെമിക്കൽ ഇക്വേഷൻ ഗിവൺ ബിലോ. നമ്മൾ തന്നിട്ടുള്ള സമവാക്യം ഒന്ന് നമ്മൾ വിലയിരുത്തണം. കാൽഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്ത് കാൽഷ്യം ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് മാറുന്നു അല്ലെ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി മാർക്ക് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആറ്റംസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ. അതായത് രാസപ്രവർത്തനത്തിന് മുമ്പും ശേഷവുമുള്ള ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യണം. അപ്പൊ എങ്ങനെയാ മാർക്ക് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യാം മക്കളെ? അപ്പൊ നമുക്കറിയാം, ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താലോ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ മേടിക്കുമ്പോഴോ ആണ് ചാർജ് വരുന്നത് അല്ലെ. ഇതാണ് ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ അവന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇലക്ട്രോണിനെ മേടിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമ്മുടെ കാൽഷ്യം ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു, ഓക്സിഡേഷൻ നമ്പർ ഇവിടെ 0 ആണ്. ഹൈഡ്രജൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു, ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഇനി ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ് മക്കളെ. ക്ലോറിന്റെ എപ്പോഴും ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആണ്. ക്ലോറിൻ എപ്പോഴും ഒരു ഇലക്ട്രോണിനെയാണ് മേടിക്കുന്നത്. പിന്നെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവന് +1 ആയിരിക്കും ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഈ ഒരു കുട്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി ഓക്സിജൻ ആണെങ്കിൽ എപ്പോഴും -2 ആണ്. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടല്ലോ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ, ഇവരെപ്പോഴും +1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഈ കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കണം. കാരണം നിങ്ങൾക്ക് സാധാരണയായി ഹിന്റ് ആയിട്ട് ഓക്സിഡേഷൻ നമ്പർ തരാറുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഹിന്റ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ പരീക്ഷയ്ക്കും ഇതേപോലെ ഹിന്റ് തരുന്നുണ്ടാവില്ലായിരിക്കാം. അതുകൊണ്ട് അറിഞ്ഞിരിക്കാം. അപ്പൊ ക്ലോറിൻ -1 ആണ് അല്ലെ. അപ്പൊ ഹൈഡ്രജൻ എത്രയായിരിക്കും? ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ആണ്, ഒരു സംയുക്തമാണ്. ഒരു കോമ്പൗണ്ടിലെ ഓരോ ആൾക്കാരുടെയും ഓക്സിഡേഷൻ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടണം അല്ലെ. ഇപ്പൊ ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും ഉണ്ട്. അപ്പൊ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പറും ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പറും കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. അപ്പോൾ ക്ലോറിൻ -1 ആണെങ്കിൽ ഹൈഡ്രജൻ +1 ആയിരിക്കും. ഇനി കാൽഷ്യം ക്ലോറൈഡ് ആണ് അല്ലെ. ഈ കാൽഷ്യം ക്ലോറൈഡിന്റെ എങ്ങനെയാ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക? കാൽഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിയില്ല, അതിനെ നമുക്ക് X എന്ന് എടുക്കാം. ഇനി ക്ലോറിൻ, ഒരു ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ട്? ഒരു ക്ലോറിന് 1 രൂപ. അപ്പൊ 2 ക്ലോറിൻ എത്ര രൂപ? 1 × 2 2 രൂപ അല്ലെ. അപ്പൊ ഒരു ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ 1. അങ്ങനെയാണെങ്കിൽ 2 ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? 2 ആയിരിക്കും. അപ്പൊ ഞാൻ -1 × 2 ചെയ്യണം അല്ലെ. ഇത് രണ്ടും കൂട്ടിയാൽ എനിക്ക് 0 കിട്ടണം. അപ്പൊ X - 2 = 0 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാ വരിക മക്കളെ? ഈ -2നെ 0ന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോ +2 എന്ന് കിട്ടും. അപ്പൊ കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന സംയുക്തത്തിൽ നമ്മുടെ കാൽഷ്യം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. എവിടെയാ? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ക്ലോറിൻ -1 തന്നെ. എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ നമ്മൾ അസൈൻ ചെയ്തു. ഇനി വിച്ച് ആറ്റം അണ്ടർഗോസ് ഓക്സിഡേഷൻ? മക്കളെ, ഇവിടെ ഓക്സീകരിക്കപ്പെടുന്ന ആറ്റം ഏത് എന്നാ ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഞാനൊന്ന് ഇപ്പുറത്തേക്ക് ഒന്ന് എഴുതട്ടെ. ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാൽഷ്യവും 2 ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്നിട്ട് കാൽഷ്യം ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും ആകുന്നു. ഹൈഡ്രജൻ 0, കാൽഷ്യം 0, +1, -1, +2, -1. അപ്പൊ ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക? ഓക്സിഡേഷൻ എന്ന് വിളിക്കാം അല്ലെ. ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ നമുക്കതിനെ ഓക്സീകരണം എന്ന് പറയാം. ഇനി
ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണെങ്കിലോ, ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ നമ്മൾ അതിനെ റിഡക്ഷൻ അഥവാ നിരോക്സീകരണം എന്നാ വിളിക്കാം. അപ്പൊ ഇനി നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ കാൽഷ്യത്തിന് എന്ത് മാറ്റമാ സംഭവിച്ചത്? കാൽഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്ന് +2 മാറി അല്ലെ, 0യിൽ നിന്ന് +2 ആയിട്ട് മാറി. അപ്പൊ 0ത്തെക്കാട്ടിലും വലുതല്ലേ +2. അപ്പൊ കാൽഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ ഇൻക്രീസ് ചെയ്തു. ശരിയാണോ മക്കളെ? അപ്പൊ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ കാൽഷ്യത്തിന് അവിടെ എന്താ നടന്നിട്ടുള്ളത്? ഓക്സിഡേഷൻ ആണ് അല്ലെ. കാൽഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി, അപ്പൊ കാൽഷ്യത്തിന് ഇവിടെ ഓക്സീകരണം സംഭവിച്ചു എന്ന് നമുക്ക് പറയാം. ഇനി ക്ലോറിൻ രണ്ട് സൈഡിലും -1 ആണ്, ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഹൈഡ്രജൻ എന്ത് മാറ്റം നടന്നത്? ആദ്യം ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആയിരുന്നു, അതിൽ നിന്ന് 0 ആയിട്ട് മാറി അല്ലെ. അപ്പൊ +1 ആയിരുന്ന ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിട്ട് മാറി. +1 കുറവാണ് 0 അല്ലെ. അപ്പൊ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ ഡിക്രീസ് ചെയ്തു, കുറഞ്ഞു. മക്കളെ, ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ നമുക്കതിനെ റിഡക്ഷൻ എന്ന് വിളിക്കാം അല്ലെ, നമുക്കതിനെ നിരോക്സീകരണം എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇനി എന്റെ കുട്ടികൾ പറ, ഇവിടുത്തെ ഓക്സിഡൈസ്ഡ് ആറ്റം അല്ലെങ്കിൽ ഓക്സിഡേഷൻ സംഭവിച്ച ആറ്റം എന്ന് പറയുന്നത് ആരാ? ഓക്സിഡേഷൻ നടന്നത് നമ്മുടെ കാൽഷ്യത്തിനാണ്. ഇനി നമ്മുടെ റെഡ്യൂസ്ഡ് ആറ്റം അല്ലെങ്കിൽ നിരോക്സീകരണം സംഭവിച്ച ആൾ ആരാ? നിരോക്സീകരണം സംഭവിച്ചത് നമ്മുടെ ഹൈഡ്രജൻ ആണ് എന്ന് പറയാം. കിട്ടിയോ? കിട്ടിയില്ലേ? ഇനി ഓർത്തിരിക്കേണ്ട കാര്യം എന്താ? ആർക്കാണോ ഓക്സിഡേഷൻ നടന്നത് അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ് അല്ലെ. എന്താ വിളിക്കുക? റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ നിരോക്സികാരി. ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏത് ആറ്റത്തിനാണോ ഓക്സിഡേഷൻ സംഭവിച്ചത്, ഓക്സീകരണം സംഭവിച്ചത്, അയാളെ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ നിരോക്സികാരി എന്ന് വിളിക്കും. ഇനി ആർക്കാണോ റിഡക്ഷൻ നടന്നത്, ഏതാറ്റത്തിനാണോ നിരോക്സീകരണം സംഭവിച്ചത്, അയാളെ നമുക്ക് മക്കളെ ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സീകാരി എന്ന് വിളിക്കാം. ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സീകാരി എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ പറ, ഇവിടുത്തെ നിരോക്സീകാരി ഏതാ? ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് ഏതാ? ഓക്സിഡേഷൻ സംഭവിച്ച കാൽഷ്യമാണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ നിരോക്സികാരി. ഇനി ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സികാരി ആരാ? റിഡക്ഷൻ സംഭവിച്ച, നിരോക്സീകരണം നടന്നിട്ടുള്ള നമ്മുടെ ഹൈഡ്രജൻ ആണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്. ഇനി ഒന്ന് നോക്കിക്കേ, വിച്ച് ആറ്റം അണ്ടർഗോസ് ഓക്സിഡേഷൻ? ഇവിടെ ഓക്സീകരിക്കപ്പെടുന്ന ആറ്റം ഏതാണ്? കാൽഷ്യമാണ്. നിരോക്സീകരിക്കപ്പെട്ട ആറ്റം ആരാ മക്കളെ? അത് ഹൈഡ്രജൻ ആണ്. ഇനി ഓക്സികാരി നിരോക്സികാരി രണ്ടും നമുക്ക് മാർക്ക് ചെയ്യണം. ഓക്സികാരി ആരാ? റിഡക്ഷൻ നടന്ന ആൾ. ഓക്സിഡൈസിങ് ഏജന്റ് ആരാ? റെഡ്യൂസ്ഡ് ആറ്റം ആണ്. അപ്പൊ നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഇനി റിഡക്ഷൻ നടന്ന ആളെ ഓക്സിഡേഷൻ നടന്ന ആളെ നമുക്ക് റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കാം. അപ്പൊ ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ നിരോക്സികാരി എന്ന് പറയുന്നത് കാൽഷ്യമാണ്. മക്കളെ, ഒറ്റയടിക്ക് ഉറപ്പായും 4 മാർക്കിന് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണിത്. നിങ്ങളത് കുറിച്ചു വെച്ചോ. ഈ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നിങ്ങളോട് ചോദിച്ചിരിക്കും. 110% ഉറപ്പാണ്. ഓക്കെ, ഇതേ ഇക്വേഷൻ ആവണം എന്നില്ല, ഇക്വേഷൻ മാറി വരാം. പക്ഷേ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദ്യം വന്നിരിക്കും. ഇതെന്റെ വാക്കാണ്, ഓർത്തു വെച്ചോളൂ. ഇതേപോലെ തന്നെ മക്കളെ, ക്രിസ്മസ് പരീക്ഷയ്ക്ക് 100% ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകങ്ങളുടെ ചോദ്യം. നോക്കിക്കേ, ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് കൺവേർഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇസ് ഗിവൺ അല്ലെ. അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡ് ജലവും ഓക്സിജനുമായിട്ട് മാറുന്ന രാസപ്രവർത്തനം തന്നിട്ടുണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ദിസ്? ഇതേത് തരം രാസപ്രവർത്തന മക്കളെ? ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നൊരൊറ്റൊരാളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അല്ലെ. അവൻ പിന്നീട് എന്താ ചെയ്തത്? സ്പ്ലിറ്റ് ചെയ്തു, ഡീകമ്പോസ് ചെയ്തു, വിഘടിച്ചു. എന്നിട്ട് പുതിയ ആൾക്കാരായിട്ട് മാറി, ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് മാറി അല്ലെ. അപ്പൊ ഇത് ഏത് തരം രാസപ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്? ഇതൊരു
ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് അല്ലെ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ വിഘടന രാസപ്രവർത്തനം എന്നറിയാം. ഇനി which substance is used to accelerate the decomposition of hydrogen peroxide? ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടന വേഗം കൂട്ടാൻ നമ്മൾ ആരെയാ ഉപയോഗിക്കുക എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു റിയാക്ഷന്റെ റേറ്റ് കൂട്ടാൻ, രാസപ്രവർത്തനത്തിന്റെ ഗതി കൂട്ടാൻ ഇതിലേക്ക് ഒരാളെ ആഡ് ചെയ്താൽ മതി. അയാളാണ് നമ്മുടെ സ്വന്തം മാംഗനീസ് ഡയോക്സൈഡ് അല്ലെ. ഈ മാംഗനീസ് ഡയോക്സൈഡിനെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷന്റെ റേറ്റ് കൂടും. അവൻ വേഗത്തിൽ ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിൽ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കൂട്ടാൻ സഹായിക്കുന്നവരെ, വേഗത കൂട്ടാൻ സഹായിക്കുന്നവരെ നമ്മൾ എന്ത് പേരിലാ വിളിക്കുക? അവരെ നമുക്ക് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഉത്പ്രേരകം അല്ലെ മക്കളെ. കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉത്പ്രേരകം എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ മക്കളെ, ഇത്രയും ചോദ്യങ്ങളാണ്, ഈ ഒരു 2 ചോദ്യങ്ങളാണ് എനിക്ക് ചെയ്യാനുണ്ടായിരുന്നത്. പക്ഷെ ഈ 2 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഡയറക്റ്റ് 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. മക്കളെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ചോദ്യം ഞാൻ തരികയാണ്. KMnO4 എന്ന് പറയുന്ന സംയുക്തത്തിലെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. മക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ഷെയർ ചെയ്തെത്തിക്കണം. പിന്നെ ഇനി നിങ്ങൾക്ക് എക്സാമിന് മുമ്പേയായി ഇതേപോലെ ഏതെങ്കിലും ടോപ്പിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതിന്റെ വീഡിയോ മിസ് എടുത്തു തരുന്നതായിരിക്കും. സോ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.